ഹായ്, വെൽക്കം. ഇതേ ഇന്ന് ഞാനൊരു പ്രത്യേക വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം, എൻ്റെ ഹോമിലേക്ക് ഒരു ടൂർ നടത്തിയാലോ എന്ന്. അങ്ങനെ ഞാനും എൻ്റെ ഹോമിൻ്റെ കുറച്ച് വീഡിയോസ് ഇവിടെ കാണിക്കാം. അപ്പം ഗേറ്റിൽ പേരെഴുതി വെച്ചിട്ടുണ്ട്. വീടിൻ്റെ പേരാണ് അപ്പന. അഖിൽ, പത്മകുമാർ, നമിത, പിന്നെ ബീനയുടെ നായും. അങ്ങനെ ഞങ്ങൾ അപ്പന എന്ന പേരിട്ടു. ഈവക്കുട്ടി നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഇതാ ഫ്രണ്ട് തന്നെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്, വ്യൂ ആണ് കാണുന്നത്. സിറ്റ് ഔട്ടിൻ്റെ സൈഡിലൊരു നീല കളറിലൊരു ഇത് കണ്ടില്ലേ, ഒരു ഫിഷ് ടാങ്കാണ്. പക്ഷേ ഇപ്പോൾ ഫിഷസ് ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അടുത്ത് പോകാണ്ടിരുന്നത്. പിന്നെ ലിവിങ് റൂമാണിത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ എല്ലാം കേട്ടോ താമസിക്കണം. ഇത് ഞങ്ങളുടെ വീക്കെൻഡ് അല്ലെങ്കിൽ ഹോളിഡേ ഹോം പോലെയാണ്. ഒരു കെയർ ടേക്കർ ഉണ്ട്, ആളാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സിറ്റിംഗ് റൂമിൽ നിന്ന് നമ്മൾ നേരെ പോയത് ഡൈനിങ് റൂമിലേക്കാണ്. ഡൈനിങ് റൂമിൻ്റെ സൈഡിലായിട്ട് ഒരു പൂജാമുറി ഉണ്ട്. പൂജാമുറിയുടെ അടുത്ത് തന്നെ നമ്മൾ TV വെച്ചിട്ടുണ്ട്. TVയുടെ അടുത്ത് ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് സംഭവമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, ഒന്നും ആയിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഡൈനിങ് ടേബിളാണ്. ഡൈനിങ് ടേബിളിൻ്റെ സൈഡിലായിട്ട് ഒരു കോർട്ട്യാർഡ് ഉണ്ട്. ഈ കോർട്ട്യാർഡിൽ നമുക്ക് മഴ പെയ്യുമ്പോൾ മുകളിൽ നിന്ന് വെള്ളം കിട്ടണ വിധത്തിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലുള്ള വാളിലൂടെ വാട്ടർഫോൾസും ഉണ്ട്. ആ വാട്ടർഫോൾസ് നമ്മളിപ്പോൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്, കാരണം ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴൊക്കെയാണ് അത് ഓൺ ചെയ്യാറുള്ളൂ. പിന്നെ ഭാവിയിൽ ഇവിടെ കുറച്ച് ചെടികളൊക്കെ വെക്കാം എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഈ കോർട്ട്യാർഡ് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു ക്രോക്കറി ഷെൽഫുണ്ട്. എല്ലാ വീട്ടിലുള്ള പോലെ തന്നെ ഒരു ക്രോക്കറി ഷെൽഫുണ്ട്. ക്രോക്കറികളൊക്കെ കുറവാണെങ്കിലും ഷെൽഫ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോണത് ബെഡ്റൂമിലേക്കാണ്. താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമാണുള്ളത്. അപ്പോൾ താഴത്തെ ബെഡ്റൂമാണ്. ബെഡ്ഷീറ്റൊന്നും വിരിച്ചിട്ടില്ല, അങ്ങോട്ടൊന്നും നോക്കണ്ട. അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അവിടെ കുറച്ച് സാധനമൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു അലമാറയും വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഈ വാഷ് ബേസിൻ, ഡൈനിങ് റൂമിലുള്ള വാഷ് ബേസിനാണ്. നേരെ നമ്മൾ കിച്ചണിലേക്ക് പോയി. ഇപ്പോൾ ഒരു കുഞ്ഞി കിച്ചണാണ്. കിച്ചണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷ് ബേസിൻ അല്ലെങ്കിൽ സിങ്ക് വെച്ചിട്ടില്ല കിച്ചണിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പാത്രമൊക്കെ എവിടെ കഴുകുന്നു അല്ലേ? അതിന് നമ്മൾ അടുത്ത് തന്നെ ഇതിൻ്റെ നേരെ പുറകിൽ കിച്ചണിൻ്റെ സൈഡിലായിട്ട്, പുറകിലല്ല സൈഡിലായിട്ട് ചെറിയൊരു സ്ഥലമുണ്ട്. അവിടെയാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. പാത്രങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കഴുകി അവിടെ തന്നെ കമഴ്ത്തി വയ്ക്കാം. അപ്പോൾ അടുക്കളയിലൊന്നും പാത്രങ്ങളൊന്നും വൃത്തികേടായിട്ട് കാണില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയയാണ്. ഇപ്പോൾ വർക്ക് ഏരിയയിൽ പഴയ സാധനങ്ങളും ക്ലീനിങ് സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ മുറ്റാണ്, പുറകുവശത്തെ മുറ്റാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ പോണത് മുകളിലേക്കാണ്. മുകളിൽ ഇതാ ഈവക്കുട്ടി നമുക്ക് വഴി കാണിച്ചു തരും. ബോബനും മോളിയിലെ പട്ടിക്കുട്ടിയെ പോലെ ഈവക്കുട്ടി ഇല്ലാത്ത ഒറ്റ ഫ്രെയിമും ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ കോണി കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് പൂക്കൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ വരുമ്പോൾ ഞങ്ങൾ താമസിക്കാൻ വരുമ്പം ഇവിടെ ഒരു വാട്ടർഫോൾസ് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ആ ചുമരിൽ അങ്ങനെ ബ്ലാക്ക് കളറൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 3 റൂമാണുള്ളത്. 2 ബെഡ്റൂമും ഒരു ഹാളും. ഈ 2 ബെഡ്റൂം 2 സൈഡിലായിട്ടും നേരെ കാണുന്നത് ഹാളിലേക്കുള്ള വാതിലുമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ ബെഡ്റൂമിലേക്കാണ് കയറിയത്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തെ വ്യൂ ആണ് കാണുക. അപ്പോൾ അവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നമുക്കിപ്പോൾ ഒന്നും വെച്ചിട്ടില്ല, വലിയൊരു ബാൽക്കണിയാണ്. അപ്പോൾ അവിടെ നമ്മൾ കുറേ ചെടികളും ഒക്കെ നമ്മൾ വരുമ്പോൾ സെറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അത് വെറുതെ ഇട്ടിരിക്കുക. ഇത് മറ്റേ ബെഡ്റൂമാണ് കേട്ടോ, മറ്റേ സൈഡിലുള്ള ബെഡ്റൂമാണ്. അതിന് ബാൽക്കണി ഒന്നുമില്ല. അപ്പോൾ ജനലിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള വ്യൂ കാണാം. ഇതാണ് ഹാള്, വലിയൊരു ഹാളാണ്. അത്യാവശ്യം താഴെയുള്ള ഹാളിൻ്റെ അത്രയും വലുതാണ്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ 2 ചെയർ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു കിച്ചണും സെറ്റ് ചെയ്തിട്ടുണ്ട്, എപ്പോഴെങ്കിലും നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി. ഇതാണ് എൻ്റെ സ്വീറ്റ് ഹോം.